الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഉണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കാൻ, ഈ ലോകത്തോട് വിട പറയാൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ ഓതിവെച്ച വചനങ്ങൾ ഏറെ പരിചിതം. അല്പം മുമ്പ് പലരും അത് പാരായണം ചെയ്തിട്ടുണ്ടാകും. വിശിഷ്യ വെള്ളിയാഴ്ച ദിവസം അത് പാരായണം ചെയ്യൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണല്ലോ. 18-ാം അധ്യായമായ അൽ കഹ്ഫ്, അതിലെ 13-14 വചനങ്ങളാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. സൂറത്തുൽ കഹ്ഫില് അത്ഭുതകരമായ 3 ചരിത്ര സംഭവങ്ങൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലൊന്ന് ഗുഹാവാസികളുടെ സംഭവമാണ്. മറ്റൊന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഖിദ്റിന്റെയും സംഭവമാണ്. മൂന്നാമത്തത് ദുൽഖർനൈനിയുടെ ചരിത്രമാണ്. മറ്റ് അധ്യായങ്ങളെ അപേക്ഷിച്ച് ഈ 3 ചരിത്ര സംഭവങ്ങൾ കൊണ്ട് ശ്രേഷ്ഠമായതും അള്ളാഹുവിൻ്റെ ഏകത്വവും പരലോകത്തിന്റെ ആവശ്യകതയും അള്ളാഹുവിൻ്റെ ശക്തിയും കഴിവും എല്ലാം വ്യക്തമാക്കുന്ന സംഭവങ്ങളാണിതെല്ലാം. അതിൽ ഒന്നാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം. അത് 9-ാമത്തെ വചനം മുതൽ 26-ാമത്തെ വചനം വരെയാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം വിവരിച്ചിട്ടുള്ളത്. അതിൽ നിന്നുള്ള 13-14 വചനങ്ങളാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്.
നഹ്നു നഖുസ്സു അലൈക നബാഹും, അവരുടെ വൃത്താന്തം താങ്കൾക്ക് യാഥാർത്ഥ്യത്തോടെ സത്യസന്ധമായി നാം വിവരിച്ചു തരാം. ഇന്നഹും ഫിത്തിയത്തുൻ, അവർ ഒരു പറ്റം ചെറുപ്പക്കാരായിരുന്നു. ആമനൂ ബിറബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിൽ വിശ്വസിച്ചു. വസിദ്നാഹും ഹുദാ, അവർക്ക് നാം മാർഗദർശനം ഏറ്റിക്കൊടുക്കുകയും ചെയ്തു. വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ നാഥൻ, ഞങ്ങളുടെ റബ്ബ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ് എന്ന് അവർ എഴുന്നേറ്റ് നിന്ന് ധൈര്യസമേതം പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ ഹൃദയങ്ങൾക്ക് നാം കെട്ടുറപ്പ് നൽകി. ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ, അല്ലാഹുവിന് പുറമെ ഒരൊറ്റ ഇലാഹിനോടും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയേയില്ല എന്നാണ് അവർ പറഞ്ഞത്. ലഖദ് ഖുൽനാ ഇദൻ ശത്തത്ത, അങ്ങനെയെങ്ങാനും ഞങ്ങൾ പറഞ്ഞാൽ, അങ്ങനെയെങ്ങാനും ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾ അന്യായമായ വാക്കായിരിക്കും പറയുക, അക്രമപരമായ വാക്കായിരിക്കും പറയുക. ഇതാണ് ഈ വചനങ്ങളുടെ സാരം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തോട് പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായികളോട് അദ്ദേഹം പറഞ്ഞത്, ലോകത്ത് സന്മാർഗ ദർശനത്തിനായി അള്ളാഹു നിയോഗിച്ചയച്ച മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെ ഇല്ല എന്ന മഹത്തായ തത്വം തന്നെയാണ്. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലശേഷം ഉണ്ടായ സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലേക്ക് ഞാൻ പോകുന്നില്ല. വളരെ ചുരുക്കി പറഞ്ഞാൽ, ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ബഹുദൈവ വിശ്വാസത്തിലേക്ക് അവർ മാറി. ഹിദായത്തിൽ നിന്ന്, സന്മാർഗത്തിൽ നിന്ന് ലലാലത്തിലേക്ക്, വഴികേടിലേക്ക് അവർ നീങ്ങി. അവരോടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നുകൊണ്ട് പറഞ്ഞത് അവരെ തിരിച്ചു വിളിക്കലായിരുന്നു ഈസാ നബിയുടെ സന്ദേശത്തിലേക്ക്. അങ്ങനെ ഈസാ നബിയുടെ കാലശേഷം ഈ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ച് ഷിർക്കിലേക്ക് മാറിയപ്പോൾ സ്വാഭാവികമായും ഭരണം നടത്തുന്ന രാജാക്കന്മാരും ആ മാർഗം സ്വീകരിച്ചു. അതിൽ ദിഖ്യാനൂസ് എന്ന പേരിൽ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ആ വിശ്വാസക്കാരൻ എന്ന് മാത്രമായിരുന്നില്ല, അത് വിശ്വസിക്കാത്തവരെ ഉപദ്രവിക്കുന്ന ആള് കൂടിയായിരുന്നു. രാജാവാണല്ലോ, എന്തും ചെയ്യാലോ. അതിനെ നിർബന്ധിക്കുന്നു, അത് അംഗീകരിക്കാത്തവരെ ഭീഷണിപ്പെടുത്തുന്നു, ഉപദ്രവിക്കുന്നു. ഇങ്ങനെയുള്ള രൂപമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അപ്പം ആ ഒരു നിലപാടിനോട് യോജിക്കാത്ത കുറച്ച് ചെറുപ്പക്കാർ, എണ്ണിപ്പറഞ്ഞാൽ 7 പേർ എന്ന് തന്നെ പറയാം, ചരിത്രത്തിൽ നോക്കി നമുക്ക് കാണാൻ കഴിയുന്നതാണ്, ഇത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അവരതിനെ എതിർത്തു. ഞങ്ങളിത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരെ ഭീഷണിപ്പെടുത്തി, ഉപദ്രവിച്ചു. എന്നിട്ടും അവർ മാറിയില്ല. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നിട്ടും അവർ മാറിയില്ല. അവസാനം ചെറുപ്പക്കാർ പ്രായത്തിന്റെ ഇത് വെച്ചുകൊണ്ട് ഒരു ഇളവ് അനുവദിച്ചു. കുറച്ച് നാളും കൂടി തരാം, ഒന്ന് ആലോചിക്കും, എന്നിട്ട് നിങ്ങൾ പിന്മാറിയിട്ടില്ല എങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ രാജാവ് ഷിർക്കിന്റെ പ്രചരണാർത്ഥം നാടുവിടുകയാണ്, യാത്ര പോവുകയാണ്. ആ സന്ദർഭത്തിൽ ഈ ചെറുപ്പക്കാർ അവരുടെ ജന്മനാട് വിട്ടുകൊണ്ട് തൊട്ടടുത്തുള്ള നീക്കായൂസ് എന്ന മലയുടെ മുകളിലേക്ക് പോവുകയാണ്. ആ മലയുടെ മുകളിൽ അവരെത്തി. അവിടെ ഒരു ഗുഹ കണ്ടു. ആ ഗുഹയ്ക്കുള്ളിലേക്ക് അവർ കടന്നു. പോകുന്ന വഴിയിൽ 7 അംഗ സംഘമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പോകുന്ന വഴിയിൽ ഒരാട്ടിടയനും അദ്ദേഹത്തിന്റെ ആടുകളും അദ്ദേഹം വേട്ടയ്ക്കായി ഉപയോഗിക്കുന്ന നായയും കൂടെ ഇത്രയും പേരാണ് അങ്ങോട്ട് പോകുന്നത്. അതിൽ തംലീഖ എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇവർക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചുകൊണ്ട് കൊടുക്കുക. വളരെ രഹസ്യമായിട്ട് പോയി ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഇതായിരുന്നു അവരുടെ ജീവിതം. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഭക്ഷണ സാധനം വാങ്ങുന്നതിന് വേണ്ടി അങ്ങാടിയിലെത്തി. ആ സന്ദർഭത്തിൽ ഈ രാജാവ് തിരിച്ചു വന്ന വിവരം അവരറിഞ്ഞു. അദ്ദേഹം അറിഞ്ഞു. നേരെ പോയി കൂട്ടുകാരോട് രാജാവ് തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ട സന്ദർഭത്തിൽ ഇനി എന്താ ഒരു മാർഗം? അയാൾ അവധി തന്നു പോയതാണ്. ആ അവധി കഴിഞ്ഞാൽ നമ്മളെ കൊല്ലും.
എന്നുള്ള ഒരവസ്ഥയിൽ ഇനി എന്താണ് ഒരു മാർഗം? അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്താണ് ആ പ്രാർത്ഥന? റബ്ബന ആതിന മില്ലദുങ്ക റഹ്മത്തൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദ. സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഒരു പിടുത്തവും കിട്ടാതെ, എന്താണ് എൻ്റെ മുമ്പിലെ പോംവഴി എന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു കൈവിടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രാർത്ഥന. റബ്ബന ആതിന മില്ലദുങ്ക റഹ്മ. നമുക്കൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മളാരും ഇതിനൊന്നും അതീതരല്ലല്ലോ, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ. അത്രേ ഞാൻ പറയുന്നു. ഇതുപോലുള്ള പ്രാർത്ഥന ഒരുപാട് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളും എത്തിയിട്ടുണ്ട് എന്ന് പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. അപ്പൊ അവരങ്ങനെ പ്രാർത്ഥിച്ചു. എന്താ അതിന്റെ അർത്ഥം? റബ്ബന ആതിന മില്ലദുങ്ക റഹ്മ, നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാരുണ്യം വർഷിപ്പിച്ചു തരണം. ഞങ്ങൾക്കൊരു പോംവഴി, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്ക് നീ ഒരു വഴി കാണിച്ചു തരികയും ഒരുക്കി തരികയും ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം. എന്ത് ചെയ്തു അല്ലാഹു സുബ്ഹാനഹു വ തആല? അവരെ അങ്ങോട്ട് ഉറക്കി. അതിൻ്റെ ഉള്ളിൽ അവരങ്ങോട്ട് ഉറങ്ങാൻ തുടങ്ങി. ആര് വന്ന് നോക്കിയാലും കുറെ ചെറുപ്പക്കാർ കിടന്ന് ഉറങ്ങുന്നത് പോലെ തോന്നും. മുൻവശത്തൊരു നായയുണ്ട്. ഇങ്ങനെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട്. ഇപ്പൊ രാജാവ് തിരിച്ചു വന്നതിന് ശേഷം ഇവരെ അന്വേഷിച്ചു. തന്നെ എതിർത്തിരുന്ന, ഷിർക്കിനെ എതിർത്തുകൊണ്ടിരുന്ന ചെറുപ്പക്കാർ എവിടെയാണ് എന്ന് അന്വേഷിച്ചു. ഒരു പിടുത്തവും കിട്ടിയില്ല. അവസാനം അവരുടെ രക്ഷകർത്താക്കളെ ഭീഷണിപ്പെടുത്തി. അവരെ കൊല്ലുമെന്നുള്ള ഭീഷണിയായി. അവസാനം ഗത്യന്തരമില്ലാതെ അവർ ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ള വിവരം പറയേണ്ടി വന്നു, നിർബന്ധിതമായി. രാജാവ് പരിവാര സമേതം ആ ഗുഹയുടെ മുകളിലെത്തി ആ ഗുഹ അങ്ങോട്ട് മൂടിക്കളഞ്ഞു. അവിടെ കിടന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഞാൻ കൊല്ലണ്ടല്ലോ, തനിയെ പോകുമെന്നുള്ള വിചാരത്തിൽ അങ്ങനെ അവർ അതിൻ്റെ ഉള്ളിൽ, അതാണ് ഫളറബ്ന അലാ ആദാനിഹിം വഖറ. ഖുർആൻ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട് അതൊക്കെ. നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, ഈ ചരിത്രം സത്യസന്ധമായി യാഥാർത്ഥ്യമായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാൻ കാരണം, അറബികൾക്കിടയിൽ ഇതിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും ഉണ്ടായിരുന്നു. അതിൽ സത്യമുണ്ട്, അർദ്ധസത്യമുണ്ട്, അസത്യമുണ്ട്, എല്ലാമുണ്ട്. അപ്പൊ ഏതാണ് ശരി എന്ന് വിവരിച്ചു തരികയാണ് അള്ളാഹു ഈ ചെയ്യുന്നത്. അപ്പൊ ഖുർആനുമായി ബന്ധപ്പെടുത്തി നാം മനസ്സിലാക്കുമ്പോൾ കിട്ടുന്നതിന്റെ ഒരു രത്ന ചുരുക്കമാണ്. അങ്ങനെ രാജാവ് അതങ്ങോട്ട് അടച്ചു കളഞ്ഞു. രാജാവിന്റെ കാലം കഴിഞ്ഞു. രാജാവിന്റെ കാലം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു രാജാവ് വന്നു. അദ്ദേഹത്തിന്റെ പേര് ബൈദറൂസ് എന്നാണ്. അദ്ദേഹം നേരെ തിരിച്ചായിരുന്നു. അദ്ദേഹം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു വിഷമം, ഒരു നിരാശ. എന്താണെന്നറിയോ? തൻ്റെ രാജ്യത്ത് എല്ലാവരും ഇത് ഉൾക്കൊള്ളാത്തവരാണല്ലോ. എന്നുവെച്ചാൽ ഷിർക്ക് ചെയ്യുന്നവരും തൻ്റെ നാട്ടിലുണ്ട്, ഈ വിശ്വാസം ഉൾക്കൊള്ളുന്നവരുമുണ്ട്. താൻ ഈ വിശ്വാസത്തിന്റെ ആളാണ്. അതുകൊണ്ട് ഈ ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്നും ഒരു മാതൃകയാകത്തക്ക വിധം ഒരു ദൃഷ്ടാന്തം അള്ളാഹു അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഷിർക്ക് ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്തുകയോ അവരെ കൊല്ലാൻ മുതിരുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് ചരിത്രം. എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന ആ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുന്നവരെയാണ് എല്ലാവർക്കും ഭയം. ഇന്നും ആ പേടി അങ്ങനെയുള്ളവരെയാ, വേറെ ആരും പേടിയില്ലല്ലോ. ഇന്ത്യ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ നിയമങ്ങളും ആർക്കെതിരെയാ? ഈ വിശ്വാസം ഉൾക്കൊള്ളുന്നവർക്കെതിരെ. അതിന് ഭയമാണ്. അതേസമയം ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അധിഷ്ഠിതമായ വിശ്വാസം ഉൾക്കൊള്ളുകയും ഭരണം നടത്തുകയും ചെയ്ത ആരും അത് അംഗീകരിക്കാത്തവരെ ഭീഷണിപ്പെടുത്തുകയോ കൊല്ലുകയോ മാറ്റാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ വിശ്വാസത്തിനും അവരുടെ ആദർശത്തിനും അവരുടെ ആരാധനാലയങ്ങൾക്കും അങ്ങേയറ്റം സുരക്ഷിതത്വം നൽകുക കൂടി ചെയ്ത ചരിത്രമാണ് ഇസ്ലാമിൻ്റെത് എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഉണർത്തട്ടെ ഇവിടെ. നേരത്തെ ദിക്കിയാനൂസ് രാജാവ് ചെറുപ്പക്കാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാ? ഷിർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ. അതിനുശേഷം പകരം വന്ന രാജാവോ, ബൈദറൂസ് എന്ന് പറയുന്ന രാജാവോ, തനി മുസ്ലിം വിശ്വാസി. അത് ഉൾക്കൊള്ളാത്തവർ തൻ്റെ നാട്ടിലുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തിനൊരു ആശങ്ക, ഒരു വിഷമം.
അതും കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിക്കുക. അല്ലാതെ ശിർക്ക് വെച്ച് ജീവിക്കുന്നവരെ കൊല്ലാൻ അദ്ദേഹവും മുതിർന്നില്ല. ചരിത്രത്തിന്റെ ആവർത്തനം ഇന്നും അങ്ങനെ തന്നെയാണ്, അന്നും അങ്ങനെ തന്നെയാണെന്ന് നാം തിരിച്ചറിയുക. സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ഈ ഒരു ആട്ടിടയൻ തന്റെ ആടുകളെയും മേയിച്ചുകൊണ്ട് ഈ പറഞ്ഞ പ്രദേശത്തേക്ക്, നേരത്തെ ആ ഗുഹ അടച്ചു വെച്ചില്ലേ, ആ പ്രദേശത്തേക്ക് അവർ ചെന്നു. ആ താവളം അയാൾ കുത്തിപ്പൊളിച്ചു. ആ ഭിത്തിയൊക്കെ തകർത്ത് തന്റെ ആടിന് താവളം ഒരുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് ഈ ചെറുപ്പക്കാർ കിടന്നുറങ്ങുന്നു. വിശുദ്ധ ഖുർആന്റെ ശൈലിയിൽ പറഞ്ഞാൽ വലബിഥൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദൂ 9. എത്ര വർഷമാണ് അവർ അവിടെ താമസിച്ചത്? 309 വർഷം. 309 വർഷം അതിന്റെ ഉള്ളിൽ അവർ ഉറങ്ങിക്കഴിച്ചു. ഇതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നിട്ട് ഈ ശതവർഷം, ഈ 309 വർഷം അവിടെ കഴിഞ്ഞുകൂട്ടിയ അവർ അവസാനം ഇത് പൊളിക്കണ ഒച്ച കേട്ടുകൊണ്ട് അവർ ഞെട്ടി ഉണർന്നു. എന്നിട്ട് അവർ ചോദിച്ചു അത്രേ, നമ്മൾ എത്ര നാളായി ഇവിടെ ഉറങ്ങാൻ തുടങ്ങിയിട്ട്? നമ്മൾ എങ്ങനെ ഇതിന്റെ ഉള്ളിലെത്തി? എത്ര നാളായി ഉറങ്ങാൻ തുടങ്ങിയിട്ട്? ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ അല്പമേ നമ്മൾ ഉറങ്ങിയിട്ടുള്ളൂ എന്നവർ പരസ്പരം പറഞ്ഞു എന്ന് സൂറത്തുൽ കഹ്ഫിൽ തന്നെ നമുക്ക് വായിക്കാം. ഇതൊന്നും കെട്ടുകഥകളല്ല, വഹിയിലൂടെ പ്രവാചകന് ലഭിച്ചത് നമുക്ക് പറഞ്ഞു തന്ന സംഭവമാണ്. അങ്ങനെ ഇവരെ അവസാനം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കണമല്ലോ. പഴയ തംലീക്ക എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന നാണയവും കൊണ്ട്, ഇതൊക്കെ ഖുർആൻ പറയുന്നുണ്ട്, നാണയവും കൊണ്ട് ഭക്ഷണം വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പോയി. ഈ നാണയം കൊണ്ട് കൊടുത്തപ്പോൾ, ഇത് പണ്ട് ദിക്കിയാനോസ് രാജാവിന്റെ കാലത്തുണ്ടായി, ഇപ്പോൾ നിലവിലില്ലാത്ത നാണയമാണല്ലോ, ഇത് നിനക്ക് അവിടെ നിന്ന് കിട്ടിയെന്നുള്ള ചോദ്യമായി, ചർച്ചയായി, പ്രശ്നങ്ങളായി. അവസാനം അവരെ അദ്ദേഹത്തെ പിടികൂടി ഒരു ജഡ്ജിമാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പൊ ജഡ്ജിമാരോട് പറഞ്ഞു, ഞങ്ങൾ ഇന്നലെയാണ് ഉറങ്ങാൻ കയറിയത് ആ ഗുഹയിലേക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 309 കൊല്ലക്കാലം ഉറങ്ങിയ ആള് പറയുകയാണ്, എന്ത്, ഇന്നലെയാണ് ഞങ്ങൾ ഗുഹയ്ക്കകത്തേക്ക് കയറിയത്, പിന്നെ എങ്ങനെയാണ് ഈ നാണയം മാറുക എന്നുള്ളത്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. നമ്മുടെ ഉറക്കം തന്നെ നമ്മൾ ആലോചിച്ച് നോക്ക്. രാത്രി ഉറങ്ങാൻ കഴിഞ്ഞാൽ കിടന്നാൽ എത്ര മണിക്കൂർ ഉറങ്ങി എന്ന് ചോദിച്ചാൽ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് മണിക്കൂർ കണക്കാക്കുന്നതിനേക്കാൾ ഉപരി കുറച്ചേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. ഓരോരുത്തരും മരണശേഷം ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ ഉറങ്ങുകയാണ് ആ ജീവിതം. അപ്പൊ അവരിങ്ങനെ കുറിച്ചു നോക്കിയാലോ, അവരും പറയുന്നത് ഇത് തന്നെയായിരിക്കും, ഇന്നലെ ഞങ്ങൾ മരിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇന്നലെ ഞങ്ങൾ ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളൂ എന്നാ. എത്രയോ വർഷങ്ങൾ പിന്നിടുന്നുണ്ടാകും. ഇതൊക്കെ ചിന്തിക്കുന്ന നിലയിലാണ് ഈ സംഭവം ഖുർആൻ പറഞ്ഞു തരുന്നത്. അതാണ് ആ രാജാവിന് ദൃഷ്ടാന്തം ആവശ്യമാണെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതും ഒക്കെ. ആകട്ടെ, ഈ ജഡ്ജിമാര് പറഞ്ഞു, വിചാരണ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം എൻ്റെ കൂട്ടുകാരെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൂട്ടുകാരുടെ അടുക്കലേക്ക് ജഡ്ജിമാരെയും കൂട്ടിപ്പോയി. അവരവിടെ ചെന്ന് നോക്കുമ്പോൾ, മുമ്പ് ഈ ദിക്കിയാനോസ് രാജാവിന്റെ ഭരണകാലത്ത് ഈമാൻ മനസ്സിലുണ്ടായിരുന്ന 2 വ്യക്തികൾ ഉണ്ടായിരുന്നു. ആ 2 വ്യക്തികൾ എന്ത് ചെയ്തു? ഇവരുടെ പേര് ഒരു ഫലകത്തിലാക്കി, ഒരു കല്ലിന്റെ ഫലകത്തിലാക്കി എഴുതി വെച്ചിട്ട് ഒരു പെട്ടിയിൽ സൂക്ഷിച്ച് ഈ ഗുഹയ്ക്കകത്ത് വെച്ചു ഇവര്. ഇത് ഈ ജഡ്ജിമാര് കണ്ടു. അതെടുത്ത് തുറന്നു നോക്കുമ്പോൾ ആണ് ഈ കാര്യം മനസ്സിലാക്കുന്നത്. ഇത്രയും വർഷമായി അവർ ഇതിൻ്റെ ഉള്ളിലാണ് എന്നുള്ള നിലയിൽ പറയുന്നു. ഇത് ഞാൻ ഈ കഥ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ, ഇതിലെ കഥാപാത്രങ്ങൾ യുവാക്കളാണ്. ഇന്നഹും ഫിത്തിയത്തുൻ ആമനൂ ബിറബ്ബിഹിം, അള്ളാഹുവിൽ വിശ്വസിച്ച ചെറുപ്പക്കാരാണ് അവർ. ആ വിശ്വാസത്തിന് അള്ളാഹു മാറ്റു വർദ്ധിപ്പിക്കുകയും ചെയ്തു. എപ്പോഴാണ്? ഞങ്ങളുടെ റബ്ബ് ഏകനായ ഇലാഹാണ്, അവനോടൊപ്പം ഞങ്ങൾ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങൾക്ക് കെട്ടുറപ്പും ഭദ്രതയും നിശ്ചയദാർഢ്യതയും ദാർഢ്യതയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി. അപ്പോഴും അവർ ചെറുപ്പക്കാർ തന്നെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഈ 309 വർഷം കഴിഞ്ഞ് അവർ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു വരുമ്പോഴും ചെറുപ്പക്കാർ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. അങ്ങനെ ഒരവസ്ഥ. ഇതാണ് അത്ഭുതകരമായ സംഭവം എന്ന് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ടാ. തന്നെയുമല്ല, നമ്മളൊക്കെ മരണപ്പെട്ടതിന് ശേഷം, ഏത് കാലത്താണോ മുമ്പ് നമ്മളുടെ മുമ്പേ മരിച്ചു പോയവരുണ്ട്, ഇനി നമ്മളൊക്കെ മരണപ്പെട്ടു പോകണം.
ഖിയാമം നാളുണ്ട്, അതിനുശേഷം മഹ്ശർ വരാനുണ്ട്, വിചാരണയുണ്ട്, ശിക്ഷാരക്ഷകളുണ്ട്, സ്വർഗവും നരകവുമുണ്ട്. ഇതൊക്കെ വിശ്വസിക്കുന്നവരാണല്ലോ മുസ്ലിം. അങ്ങനെ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരലോകത്തെത്തിക്കഴിഞ്ഞ് സ്വർഗം കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ യൗവനമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല എന്നാണ്. യൗവനമേ ഉണ്ടാവും, യുവത്വമേ ഉണ്ടാവും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വയസ്സായ സ്ത്രീയോട് പറഞ്ഞു. ആ സ്ത്രീ പരിതപിച്ചു. എന്താണ് പറഞ്ഞതെന്നറിയോ? കിഴവികളായിട്ടുള്ളവർ സ്വർഗത്തിൽ ഉണ്ടാവൂല എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ സ്ത്രീക്ക് ആകെ ബേജാറായി. കാരണം ഞാൻ വയസ്സായ സ്ത്രീയല്ലേ, ഞാൻ എത്തൂല എന്നാണ് ഈ പറഞ്ഞത്. അപ്പൊ റസൂൽ അതിന് വിശദീകരണം കൊടുത്തു. വാർദ്ധക്യത്തിലായിരിക്കെ ആരും സ്വർഗത്തിൽ ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ നിത്യ യൗവനമായിരിക്കും സ്വർഗത്തിൽ. നോക്കൂ നിങ്ങൾ, 309 കൊല്ലക്കാലം ആ ഗുഹയിൽ കിടന്നുറങ്ങിയ ആ 7 പേർ ഒന്ന് നോക്ക്, അവര് പുറത്തേക്ക് വരുന്നത് യുവാക്കളായിട്ടാണ്. ഒരുപാട് ചിന്തിക്കാനുണ്ട്. ഒരു കഥ കേൾക്കലല്ലത്, ഒരു കഥ കേട്ടുകൊണ്ട് കാര്യമില്ല. അപ്പം ആ യൗവനം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ ഉദാത്തമായ ഒരു സമയമാണ്. അവന്റെ ജീവിതത്തിലെ വസന്തകാലമാണ് യൗവനം അഥവാ യുവത്വം എന്ന് പറയുന്നത്. അതിന് പ്രത്യേക പരിഗണന എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഏത് രാജ്യത്താണ് യുവജനക്ഷേമമില്ലാത്ത ഒരു ഭരണകൂടം? ഉണ്ടാവില്ല. അതുപോലെ തന്നെ യൂത്ത് അഫയേഴ്സ് ഇല്ലാത്ത ഒരു ഭരണകൂടം ഉണ്ടാവില്ല. കാരണം എല്ലാവർക്കും വേണ്ടത് യുവാക്കളെയാണ്. കാരണം എന്തിനും ഒരു പ്രായമാണത്, ചോരത്തിളപ്പുള്ള പ്രായം. വയസ്സന്മാരായ വാർദ്ധക്യത്തിലെത്തിയ നമ്മളൊക്കെ ഇരുന്നു കൊണ്ടാവും ആ യൗവനം ഒന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്ന രംഗങ്ങളുണ്ടാകും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ. അതാണ് ഒരു കവി പറഞ്ഞത്, അലാലൈത ശബാബ യഊദു യൗമാ ഫൗഖ്ബിറഹു ബിമാ ഫഅലൽ മശീബു. ആ യുവത്വം ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ, എന്തൊക്കെയാണ് ഈ വാർദ്ധക്യകാലത്ത് ഞാൻ അനുഭവിക്കുന്നത് എന്ന് ഞാൻ അതിനോടൊന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത്രമാത്രം കെൽപ്പുറ്റ കാലം അതാണ് യുവത്വം. വാർദ്ധക്യത്തിലെത്തിയപ്പോൾ തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്ന പ്രായം. വളർന്നു വരുന്ന കുട്ടികൾ, ബാല്യകാലവും അവരുടെ കൗമാരവും പിന്നിട്ട് വരുന്നവർ, അവർ പ്രതീക്ഷയോടെ, അങ്ങേയറ്റം പ്രതീക്ഷാനിർഭരമായി ഞാൻ ഇതിലേക്ക് എത്തും എന്ന് കാത്തിരിക്കുന്ന കാലം, അതാണ് യുവത്വം. അതുകൊണ്ടാണ് അതിന് പ്രത്യേക പരിഗണന എല്ലാവരും നൽകിയത്. പരിശുദ്ധ ഇസ്ലാമും അതിന് നൽകി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ ശിർക്കിനെതിരെ, രാജാവിന്റെ ഭീഷണിയെയും എല്ലാ തരത്തിലുള്ള എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ശിർക്കിനെതിരെ നിവർന്നു നിന്നുകൊണ്ട് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി സംസാരിച്ച ആ ചെറുപ്പക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള അത്യത്ഭുതകരമായ ഒരു സാഹചര്യം അല്ലാഹു ഒരുക്കി കൊടുത്തത് എന്ന് നാം തിരിച്ചറിയുക. അത് അല്ലാഹു ആ യുവത്വത്തിന് നൽകിയ ഒരു വലിയ പരിഗണനയായി നമുക്ക് കാണാം. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രം നാം എടുത്തു നോക്ക്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റയ്ക്ക് യുവാവായി നിന്ന് അടരാടി ശിർക്കിനെതിരെ, വിഗ്രഹാരാധനയ്ക്കെതിരെ തൻ്റെതായി എല്ലാ കഴിവുകളും വിനിയോഗിച്ച് അവസാനം വിഗ്രഹാരാധനയുടെ വങ്കത്തരത്തെ ശക്തമായി ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അവസാനം ഇത് ആരാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പ്രയോഗം സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഇബ്രാഹിം എന്ന് പേര് പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനായിരിക്കും ഇത് ചെയ്തത് എന്ന് അഭിപ്രായ പ്രകടനം നടത്തുന്ന അവസ്ഥ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം യൗവനത്തിന്റെ ചോരത്തിളപ്പിൽ അരുതാത്ത കാര്യങ്ങൾക്ക് വേണ്ടി രാജ്ഞി ക്ഷണിച്ചപ്പോൾ കുതറിയോടിയ ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അവിടെ ഒക്കെ മാതൃക നന്മയുടെ, മാറ്റത്തിന്റെ, പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴക്കാൻ ഏത് രംഗത്തും കഴിയുക യുവാക്കൾക്കാണ്, ചെറുപ്പക്കാർക്കാണ്. അതുകൊണ്ട് ആ ചെറുപ്പത്തെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ വിനിയോഗിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് നമ്മളുടെ ഈ ജീവിതത്തിലെ ആയുസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലം. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിച്ചാൽ വലിയ പദവിയാണ്, അംഗീകാരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. മറിച്ച് ആ യൗവനം, ആ യുവത്വം ഏറ്റവും കൂടുതൽ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നുണ്ട് ഒരു ഭാഗത്ത് നാം കാണുന്നുണ്ട് എങ്കിൽ, അതിലപ്പുറം യൗവനത്തെ, യുവത്വത്തെ മോശമായ, അധാർമികമായ
അല്ലെങ്കിൽ ഒരിക്കലും ആർക്കും ഒരു ഉപകാരവുമില്ലാത്ത ബീഭത്സമായ പല കാര്യങ്ങളിലേക്കും, ഭീതിജനകമായ പല കാര്യങ്ങളിലേക്കും കൊണ്ടുപോയി കൂട്ടുന്നതും യൗവനം തന്നെയാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് അതിനെ നിയന്ത്രിച്ച് നിർത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് നാം ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. സഹാബികളുടെ ചരിത്രം എടുത്തു നോക്ക്. ഓരോരുത്തരെയും നാം പറഞ്ഞു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ നാം എടുത്തു നോക്കിയാൽ അവരുടെ ഒക്കെ യൗവനം, യുവത്വം അള്ളാഹുവിന് വേണ്ടി വിനിയോഗിച്ച് അവന്റെ അംഗീകാരം നേടിയെടുത്തവരായിട്ട് നമുക്ക് കാണാൻ കഴിയും. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ തന്റെ സന്തത സഹചാരികളായ ആളുകളെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞ ഒരു വചനം നമുക്ക് കാണാൻ കഴിയുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്നതാണ്. പ്രവാചകൻ പറഞ്ഞു, അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കർ, എന്റെ സമുദായത്തിൽ എന്റെ ഉമ്മത്തിനോട് ഏറ്റവും കൂടുതൽ ആർദ്രതയുള്ള, കനിവുള്ള, കാരുണ്യമുള്ള വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുന്നു എന്ന് നബി പറയുന്നു. വാശദ്ദുഹും ഫി അംരില്ലാഹ്, ആ എന്റെ സമുദായത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ വളരെ ശക്തമായ രൂപത്തിൽ നടപ്പിൽ വരുത്തുന്നതിനും അതിനു വേണ്ടി നിലകൊള്ളുന്നതിനും ഏറ്റവും മുന്നിൽ നിന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മൂന്നാമത് പ്രവാചകൻ പറയുന്നു, വാസ്തഖും ഹയാഅൻ ഉസ്മാൻ, അവരിൽ ഏറ്റവും സത്യസന്ധനും ലജ്ജയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നവനും നല്ല പെരുമാറ്റത്തിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് വെറും 27 വയസ്സ് മാത്രം പ്രായമുള്ള ആളാണ്. ആ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് എന്താണെന്നറിയുമോ? വഅലമുഹും ബിൽ ഹലാലി വൽ ഹറാം, അള്ളാഹു അനുവദിച്ചതും അള്ളാഹു നിഷിദ്ധമാക്കിയതിനെ കുറിച്ച് ഏറ്റവും നല്ല ഗ്രാഹ്യതയുള്ള ആളാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, പ്രായം 27. വഅഫ്റലുഹും, ഫറായിലുകളെ സംബന്ധിച്ച്, അനന്തരാവകാശ നിയമത്തെ സംബന്ധിച്ച് ആഴത്തിൽ അറിയാവുന്ന ആൾ ആരാണ്? സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ വാക്കാണ്, വെറും 23 വയസ്സ്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, വലിക്കുല്ലി ഉമ്മത്തിൻ അമീനുൻ, ഓരോ സമുദായത്തിലും വിശ്വസ്തത വെച്ചു പുലർത്തുന്ന ഓരോ വ്യക്തികൾ ഉണ്ടാകും. വഅമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ അമീൻ, ഈ സമുദായത്തിന്റെ അമീൻ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജർറാഹ് റളിയല്ലാഹു അൻഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. തന്റെ അനുചരന്മാരുടെ ഓരോ സ്വഭാവത്തെയും വിലയിരുത്തിക്കൊണ്ടുള്ള പ്രവാചകന്റെ ആ പ്രവചനം അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഒരു മാറ്റവും നമുക്ക് കാണാൻ കഴിയില്ല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒക്കെ പ്രായം പക്വതയുടെയും അതുപോലെ തന്നെ യൗവനത്തിന്റെയുമായ ഈ കാലങ്ങളായിരുന്നു എന്നുകൂടി നാം തിരിച്ചറിയുക. പ്രവാചകന്മാരും അനുചരന്മാരും ഒക്കെ അവരുടെ ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി ഏറ്റവും ഭംഗിയായി നിറവേറ്റിയത്, ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റിയത് അവരുടെ ചോരത്തിളപ്പുള്ള പ്രായത്തിലായിരുന്നു എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ ഈ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും എല്ലാ അധർമ്മങ്ങൾക്കും, എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും, എല്ലാ അനാചാരങ്ങൾക്കും, എല്ലാ അധാർമികൾക്കും എതിരെ നിലനിൽക്കുവാനും സമുദായത്തെ നയിക്കുവാനും എന്നും കഴിയുക, സാധിക്കുക ചോരത്തുളപ്പുള്ള ആ യൗവനമാണ് എന്ന് നാം മനസ്സിലാക്കുക. അവിടെയാണ് നമുക്ക് വിജയിക്കേണ്ടത്. ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും. 4 കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാതെ വെച്ച കാലുകൾ അനക്കാൻ കഴിയില്ല എന്നുള്ളത് സാധാരണയായി നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസാണ്. അതിൽ ഒന്ന് ആയുസ്സിനെ കുറിച്ചാണ് ചോദിക്കുക. ആ ആയുസ്സിനെ കുറിച്ച് ചോദിച്ചതിന് ശേഷം അവന്റെ ചെറുപ്പത്തെ കുറിച്ച്, യൗവനത്തെ കുറിച്ച്, യുവത്വത്തെ കുറിച്ച് ചോദിക്കും. എന്തിനാണ് അത് തൊലച്ചു കളഞ്ഞത്, എന്തിനാണ് അത് വിനിയോഗിച്ചത് എന്ന് ചോദിക്കും. എനിക്കും നിങ്ങൾക്കും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ പ്രിയമുള്ളവരെ?
എൻ്റെ യൗവനം ഇന്നതിന് വേണ്ടി ഞാൻ വിനിയോഗിച്ചു, ഇന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വിനിയോഗിച്ചു, അവന്റെ തൗഹീദിന്റെ നിലനിൽപ്പിന് വേണ്ടി വിനിയോഗിച്ചു, സുന്നത്തിന്റെ പ്രചരണത്തിന് വേണ്ടി വിനിയോഗിച്ചു, വിദേഹത്തുകൾക്കെതിരെ വിനിയോഗിച്ചു, അധർമ്മങ്ങൾക്കെതിരെ വിനിയോഗിച്ചു, സദാചാരത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്നൊക്കെ പറയാവുന്ന വല്ല ഒരു വാക്കും ഒരുക്കി വെക്കാൻ എനിക്കും നിങ്ങൾക്കുമുണ്ടോ പ്രിയമുള്ളവരെ? ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു യൗവനത്തിന്റെ കാര്യത്തിൽ. അത് തന്നെയുമല്ല, നമുക്ക് വാർദ്ധക്യം വന്ന് പിടികൂടുന്നതിന് മുമ്പ് യൗവനം അള്ളാഹുവിന് വേണ്ടി വിനിയോഗിച്ച് അതിന്റെ നേട്ടം കൊയ്തെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നുണ്ട്. യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുക, സ്വായത്തമാക്കുക. 1 ശബാബക ഖബ്ല ഹറമിക്, വാർദ്ധക്യം വന്ന് പിടികൂടുന്നതിന് മുമ്പുള്ള നിന്റെ യൗവനം. ഉണ്ടോ? അങ്ങനെ വല്ലതും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ആയുസ്സിനെ കുറിച്ച് ചോദിക്കുന്നതോടൊപ്പം തന്നെ ആയുസ്സിൽപ്പെട്ട യുവത്വത്തെ കുറിച്ച് പ്രത്യേകിച്ച് ചോദിക്കുന്നു എന്നുള്ളത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന യുവസമൂഹമേ, പ്രത്യേകിച്ച് അവരോടാണ് എനിക്ക് നിർത്താനുള്ളത്. ആ യൗവനം, ആ ചോരത്തിളപ്പ്, ആ കഴിവ്, ആ ശേഷി, ആ ഊർജം, ആ ആർജവം അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഇന്നത്തെ കാലഘട്ടത്തിൽ പല രൂപത്തിലുള്ള കാര്യങ്ങൾ, ലിബറലിസവും അതുപോലെ തന്നെ ദൈവനിഷേധവും ഖുർആൻ നിഷേധവും തുടങ്ങി ഒരു പിടി കാര്യങ്ങൾ നമ്മളുടെ ഒക്കെ വീടുകളുടെ ഉള്ളുകളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം, രക്ഷകർത്താക്കൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സന്ദർഭം. ആ യുവാക്കൾ പ്രത്യേകിച്ച് ചിന്തിക്കുക. മരിച്ചു പോകേണ്ടവരാണ്, മരണപ്പെട്ടു പോകേണ്ടവരാണ്. എപ്പോഴാണ് മരണം എന്നറിയില്ല, ഏത് സന്ദർഭത്തിലും ആകാം. മരണത്തിന് ചെറുപ്പമില്ല, ബാല്യമില്ല, ശൈശവമില്ല, വാർദ്ധക്യമില്ല, ഒന്നുമില്ല. സമയമാകുമ്പോൾ പോകേണ്ടി വരും. ആ പോകേണ്ടി വരുന്ന സമയത്ത് ചെറുപ്പക്കാർ വിചാരിക്കുന്നുണ്ടോ കുറച്ചു കാലവും കൂടി ഞാൻ ജീവിച്ചിരിക്കും, എന്നിട്ട് കുറെയൊക്കെ ആടി തിമിർത്ത് ആമോദിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ഒരവസരത്തിൽ നന്നായി തീർന്ന് പടച്ചവന്റെ അടുക്കലേക്ക് പോകാം എന്നാണ് ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇല്ല, സമയമില്ല. എപ്പോഴാണ് വിളി വരിക എന്നറിയില്ല, അപ്പൊ പോയേ തീരൂ. അതുകൊണ്ട് ഏത് പ്രായവും ഏത് ജീവിതത്തിന്റെ ഏത് ദിശയും അള്ളാഹുവിന് തൃപ്തിയുള്ള നിലയിലാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്ന് ഓരോരുത്തരും ഈ സന്ദർഭത്തിൽ ഓർക്കുക. അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ എത്തിപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലും ലഭിക്കാത്ത സന്ദർഭത്തിൽ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ തണൽ ലഭിക്കും. പ്രിയമുള്ളവരെ, ആ തണലെന്നും പറഞ്ഞാൽ ഈ AC മുറിക്കുള്ളിൽ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും മനസ്സിലാവൂല. അതാണ് അതിന്റെ അവസ്ഥ. കാരണം അത്ര സുഖിച്ച് ജീവിക്കുന്ന, എന്തിനും ഒരു സുഖം അനുഭവിച്ച് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കൂല. ചൂടിന്റെ ആ കാഠിന്യം തിരിച്ചറിയുമ്പോൾ എന്താണ് എന്ന് അല്പമെങ്കിലും നാമൊക്കെ ചൂട് വരുമ്പോൾ പറയാറില്ലേ, അതിന്റെ എത്രയോ ഇരട്ടി ചൂടാണ് നരകാഗ്നിക്കുള്ളത്. അള്ളാഹുവിന്റെ മുമ്പിൽ മഹ്ശറിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത്. ആ സന്ദർഭത്തിൽ ഒരു ഇലയുടെ തണല് എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്ന സന്ദർഭം, അവിടെ അള്ളാഹു 7 വിഭാഗം ആളുകൾക്ക് തണലിട്ട് കൊടുക്കും. അതിൽ രണ്ടാമത്തത് അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അവന്റെ കൽപ്പനകൾ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ച ചെറുപ്പക്കാരൻ പ്രത്യേകം എടുത്തു പറയുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രിയമുള്ളവരെ, വേണ്ടേ നമുക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ വേണമെങ്കിൽ അങ്ങനെയുള്ള യൗവനം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട മാർഗത്തിലേക്ക് വിനിയോഗിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നാം മാറേണ്ടതുണ്ട്. നാം ഇവിടെ പലതും കാണുന്നു, പലതും കേൾക്കുന്നു, അതൊക്കെയാണ് ജീവിതം എന്ന് നാം തെറ്റിദ്ധരിക്കുന്നു. അതിന്റെ പിന്നാലെ പായുന്നു. ദൈവവിശേഷമാണോ അതാണ് ശരി എന്ന് പറഞ്ഞതിന്റെ പിന്നാലെ പോകുന്നു. ലിബറലിസമാണോ അതിന്റെ പിന്നാലെ പോകുന്നു. അതുപോലെ തന്നെ അധാർമികമായ സദാചാരങ്ങൾക്ക് നിരക്കാത്ത എന്തൊക്കെയുണ്ടോ അതിന്റെ പിന്നാലെ പോകുന്നു. നാം ഒന്ന് ആലോചിച്ചു നോക്കുക നമ്മുടെ അവസ്ഥയെ സംബന്ധിച്ച്. ഒരു ഇസ്ലാമികമായ പ്രോഗ്രാം ഒരു സ്ഥലത്ത് നടക്കുന്നു, കുറച്ചപ്പുറത്തായിട്ട് ഒരു ഗാനമേളയോ അല്ലെങ്കിൽ അതിന് തുല്യമായ എന്തെങ്കിലും ഒരു കാര്യമോ നടന്നാൽ എവിടെയാണ് ആളുകൾ, വിശിഷ്യ യുവാക്കൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ പ്രോഗ്രാം മതപ്രബോധനം നടക്കുന്ന സ്ഥലത്ത് തല നരച്ച ആരെങ്കിലും ഒക്കെ വന്നിരിക്കാം, ഒറ്റയും തെറ്റയുമായ യുവാക്കൾ ഉണ്ടാകാം. പക്ഷെ ആർമാദിക്കുന്ന സ്ഥലത്താണ് യൗവനം മുഴുവനും. ഇതാണ് ഇന്നത്തെ കാലത്തിന്റെ അവസ്ഥ. ഇവിടെയാണ് തിരിച്ചറിയേണ്ടത്. കാരണം
ഇതങ്ങോട്ട് തീരും, ഇതൊക്കെ അവസാനിക്കും, ഒരു നിമിഷം കൊണ്ട് തീരും. ശാശ്വതമായി പോകേണ്ട ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരുക്കമായിരിക്കണം. എപ്പോൾ മലക്കുൽ മൗത്ത് വന്ന് വിളിച്ചാലും ഞാനുണ്ട്, ഇതാ ഞാൻ റെഡിയാണ്, എന്റെ കയ്യിൽ അമലുകളുണ്ട്, സൽക്കർമ്മങ്ങളുണ്ട്, സത്യവിശ്വാസമുണ്ട്, സദാചാര ബോധമുണ്ട്, ഒരുപാട് ആരാധനകൾ ചെയ്ത് ഒറ്റാണ് ഞാൻ നിൽക്കുന്നത്, ഞാൻ ഇതാ വരുന്നു എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. അതിന് കാലത്തെ കാത്തിരുന്നിട്ട് കാര്യമില്ല. അതിന് യൗവനവും വാർദ്ധക്യവും ബാല്യവും ഒന്നുമല്ല. നമ്മളുടെ ഓരോ ശ്വാസവും ആ രൂപത്തിലുള്ളതാകാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ഈ രൂപത്തിൽ നമ്മൾ നമ്മളുടെ ചെറുപ്പക്കാരെ കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകണം. അങ്ങനെ ചെറുപ്പക്കാരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ദീനീ ബോധത്തോടുകൂടി അവരെ നയിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ഒരുപാട് സംവിധാനങ്ങളും സംഘടനാ സംവിധാനങ്ങളും ഒക്കെ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽ പോലും ഒന്ന് പോയിരിക്കാൻ, അതിൽ പോലും ഒന്ന് എത്തി നോക്കാൻ നമ്മളുടെ ചെറുപ്പക്കാരായ മക്കൾ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ പറയുന്നതിലൊക്കെ എന്താണ് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒരു കാര്യം പറയുകയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ. ഇങ്ങനെ ചെറുപ്പക്കാരെ ചേർത്ത് നിർത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ചേർത്ത് നിർത്തി ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു യുവജന പ്രസ്ഥാനം കേരളത്തിലുണ്ട്. അതിന്റെ പേരാണ് ISM. 3 തവണ 9 വർഷക്കാലം അതിന്റെ തലപ്പത്തിരുന്ന വ്യക്തനാണ് ഞാൻ. 9 വർഷക്കാലം പടച്ചവൻ ചോദിച്ചാൽ എന്തെങ്കിലും ഉണ്ട് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. നിന്റെ യൗവന എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ട് എന്നാണ് ആ ഒരു ഇതിലൂടെ മാത്രം എനിക്ക് കഴിഞ്ഞത് എന്ന് പലപ്പോഴും ഇരുന്ന് ആലോചിക്കുകയും റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരുത്തനാണ് ഞാൻ. അത് കേരളത്തിൽ ഏറ്റവും ആദ്യം രൂപം കൊണ്ട ഒരു യുവജന പ്രസ്ഥാനമാണ്. അതിന്റെ ഒരു ജില്ലാ സമ്മേളനം ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ഈ ടൗൺ ഹാളിൽ നടക്കുന്നുണ്ട്. ഒരുപാട് ദഅ്വാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ചെറുപ്പക്കാരെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നടക്കുന്നു. അതിൽ ആ വിവരം നിങ്ങളെ അറിയിക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും നമ്മുടെ മക്കളെ നന്മയിൽ ഒരുമിച്ച് നിർത്തി കൊണ്ടുപോകാൻ നാം ശ്രമിക്കുകയും വേണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ബാല്യവും നമ്മളുടെ യൗവനവും നമ്മളുടെ വാർദ്ധക്യവും നമ്മുടെ ആയുസ് മുഴുവൻ ഓരോ ശ്വാസവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലാക്കി തീർത്ത് അള്ളാഹുവിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാൻ അള്ളാഹു തുണയ്ക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. മുസ്ലിം ഉമ്മത്തിന് നേരെ ഓരോ വിഷയങ്ങൾ, ഒരു വിഷയമുണ്ടായി അത് ചർച്ച ചെയ്ത് അതിന്റെ പരിഹാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അടുത്ത വിഷയം എന്നുള്ള നിലയിൽ ഏതാനും വർഷങ്ങളായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, ഒന്നിനും പരിഹാരമുണ്ടാകുന്നില്ല. ആ നിലയിലുള്ള ഒരവസ്ഥ, വെള്ളത്തിൽ വീണവനെ പോലെ ഒരു ഇറക്ക് അങ്ങോട്ട് ഇറക്കുന്നതിന് മുമ്പ് അടുത്തത് ഇറക്കേണ്ട സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞ പോലെ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. മൊത്തത്തിൽ മുസ്ലിമീങ്ങൾ, ഇസ്ലാം, തീവ്രവാദം, ലവ് ജിഹാദ്, അതുപോലെ തന്നെ ബാബരി മസ്ജിദ് ഉൾപ്പെടെയുള്ള പള്ളി തകർക്കല്, ബീഫിന്റെ പേരിൽ തല്ലിക്കൊല്ലല്, NRC, CAA, വഖഫിന്റെ ഭേദഗതി, നാർക്കോട്ടിക് ജിഹാദ്, സംവരണം, NEP, PM ശ്രീ, ഇപ്പൊ അവസാനം SIR അതും കൂടി വന്നിരിക്കുന്നു. ഓരോ കാര്യം വരുമ്പോൾ നമ്മളൊക്കെ ഒരു നിസ്സംഗതയോടെയാണ് പലതിൻ്റെയും നേരിടാറുള്ളത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. കാരണം അത് കൈകാര്യം ചെയ്യാനും നോക്കാനും പ്രതിഷേധിക്കാനും തെരുവിലിറങ്ങാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നേടിയെടുക്കാനും കുറെ ആൾക്കാരുണ്ട്. അത് അവർ ചെയ്തോളും എന്നുള്ള കാഴ്ചപ്പാടില് നമ്മൾ നിസ്സംഗരായി എന്തെങ്കിലും ആകട്ടെ എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമീപിക്കാറുള്ളത്. ഒരു വസ്തുതയാണ്. പക്ഷേ ഇപ്പൊ ഈ വന്ന ഈ SIR എന്നുവെച്ചാൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് മലയാളത്തിൽ പറയുന്ന ഈ SIR എന്ന് പറയുന്ന സംഗതിയോട് ആ നിസ്സംഗത കാണിച്ചാൽ
ബീഹാറും ആസാമും ഒന്നും വേണ്ട, ഫലസ്തീൻ പോലും ഒന്ന് അകലെ ആവൂല എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാണുന്നവർ, കേൾക്കുന്നവർ, വായിക്കുന്നവർ, ചിന്തിക്കുന്നവർ, അറിയുന്നവർ ഒക്കെയാണ് നമ്മൾ. പക്ഷേ ഇതിനോട് ഒരു നിസ്സംഗത നമ്മൾ കാണിച്ചാൽ ഇവിടുത്തെ നമ്മുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതെയാകും എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിന് നേരെ നാം കണ്ണടച്ചിട്ട് കാര്യമില്ല. വോട്ടവകാശം എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും വലിയ അവകാശമാണ്. ഇപ്പൊ സാധാരണയായി തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വരുമ്പോൾ ആ പട്ടിക നോക്കും, പരിഷ്കരിക്കും, ഇല്ലാത്തവരെ ഒഴിവാക്കും, വേണ്ടവരെ ചേർക്കും. ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതങ്ങനെയല്ല വന്നിരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളെ തന്നെയാണ്, വേറെ ആരെയുമല്ല എന്നും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത് പൗരത്വ ഭേദഗതി എന്ന് പറഞ്ഞൊരു സംഗതി മുമ്പ് വന്നിരുന്നുവല്ലോ, അതിന്റെ മറ്റൊരു മുഖമായിട്ട് ഇതിനെ കാണാൻ നമുക്ക് കഴിയണം. അതാണ് ഇതിന്റെ ഫാക്ട് എന്ന് നാം തിരിച്ചറിയണം. ബീഹാറിലും ആസാമിലും ഒക്കെ പരീക്ഷിച്ച് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളായ വോട്ടർമാർ പുറത്താക്കപ്പെട്ട് അവസാനം അവർ സംശയിക്കപ്പെടുന്ന പൗരന്മാരായി മാറി കുടിയേറ്റക്കാരായി ചിത്രീകരിക്കപ്പെട്ട് വിഷമിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കേരളത്തിലും കൂടി ഇത് വരുന്നത് എന്ന തിരിച്ചറിവ് ഉത്ബുദ്ധതയുടെ, രാഷ്ട്രീയ പ്രബുദ്ധതയുടെ നാടെന്നൊക്കെ നാം ആവേശം കൊള്ളുന്ന ഈ സംസ്ഥാനത്ത് പോലും എത്തിയിരിക്കുന്നതെന്ന് നാം തിരിച്ചറിയുക. ഇവിടെ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരും ഒരുപോലെ ഇതിവിടെ വേണ്ട എന്ന് ആവശ്യപ്പെട്ടിട്ടും അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദുരുദ്ദേശങ്ങളുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു പ്രധാന കാര്യം, ഈ പൗരത്വം എന്ന് പറയുന്നത് 2 മുനകളുള്ള ഒരു സാധനമാണ്. ഒരു മുന മുസ്ലിമീങ്ങളല്ലാത്തവരെ എല്ലാവരെയും സുരക്ഷിതരാക്കി നിർത്തും. മറ്റേ മുന മുസ്ലിമീങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തും. അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ അതിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് ബോധമുള്ള ആളുകൾ, നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കാതെ കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. ഇപ്പൊ ബീഹാറിലും ആസാമിലും ഒക്കെ ഇത് സംഭവിച്ചത് അവർക്ക് രേഖകളില്ല, അവർക്ക് കാണിച്ചു കൊടുക്കാൻ തെളിവുകളില്ല, അങ്ങനൊക്കെ വന്നു. ആ രൂപത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് മഹല്ലടിസ്ഥാനത്തിൽ തന്നെ, മഹല്ലുകൾ ചേർന്നുകൊണ്ടോ സംഘടനാ ലെവലിൽ തന്നെയോ ഇതിനെക്കുറിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ ബോധവൽക്കരണം നടത്തുകയും, കാരണം ഇപ്പൊ നമ്മളാരും ഇന്ത്യയിലെ വോട്ടർമാരല്ല. മെനിഞ്ഞാന്ന് രാത്രി മുതൽ നമ്മൾ തിരിച്ചറിയണം, വോട്ടർമാരല്ല. നമ്മൾക്ക് വോട്ടർ പട്ടികയിൽ ഇപ്പൊ ഇല്ല, ഇനി നമ്മൾ വരണം. ആ വരുന്നതിന് ചില നിബന്ധനകളും ഡേറ്റുകളും പ്രായവും ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട്, നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് കാണാതെ പോയിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം കയ്യും കാലും ഇട്ടടിച്ചിട്ട് യാതൊരു കാര്യവും നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് SIR-നെ കുറിച്ച് നാം ബോധവാന്മാരാവുകയും സമൂഹത്തെ ബോധവൽക്കരിക്കുകയും എല്ലാവരും എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുകയും, ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് ചേർക്കേണ്ടതിന് വേണ്ടി എന്തൊക്കെ നിബന്ധനകളാണോ നൽകിയിട്ടുള്ളത് ആ നിബന്ധനകൾ അനുസരിച്ച് ആ തെളിവുകൾ ഹാജരാക്കി തൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ചേർത്തുക. ഇല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും. നമ്മളും ഇവിടെ സംശയാസ്പദമായ പൗരന്മാരായി മാറും, നമ്മളും ഇവിടെ കുടിയേറ്റക്കാരായി മാറും. ഇതൊരു നിസ്സാരമായ കാര്യമല്ല. സാധാരണ ഒരു രാഷ്ട്രീയമായ വിഷയം പറയുന്നത് പോലെ എടുക്കേണ്ടതല്ല. ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഞാൻ പല പ്രാവശ്യവും ഈ മിമ്പറിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വാക്ക്, നമ്മൾ ഇസ്രായേലിനെ കുറിച്ചും ഫലസ്തീനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതിന്റെ മണം നമ്മുടെ ഈ രാജ്യത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇതൊക്കെ തന്നെയാണ് ചെറുതും വലുതുമായി വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവപൂർവം ഈ ഉത്ബുദ്ധ സദസ്സിനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മഹല്ലടിസ്ഥാനത്തിൽ ഒരുപാട് സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ സദസ്സിലുണ്ട് എന്ന് എനിക്കറിയാം. അവരുടെ സംഘടനകളുടെ ലെവലിലോ മഹല്ലുകളുടെ അടിസ്ഥാനത്തിലോ വീടാന്തരം കയറിയിറങ്ങി നമ്മുടെ ഉമ്മപെങ്ങന്മാരെ ഇത് ബോധ്യപ്പെടുത്തി എല്ലാവരെയും ഇതിലുണ്ട് എന്ന് ഉറപ്പുവരുത്തി, ഞാൻ ഇവിടുത്തെ പൗരനാണ്, ഇവിടെ ജനിച്ചതാണ്, എൻ്റെ വാപ്പ ഇന്നയാളാണ്, എൻ്റെ ഉമ്മ ഇന്നയാളാണ്, അവർ ഇന്ന സ്ഥലത്ത് ജനിച്ചവരാണ്, അവരുടെ ജനനത്തീയതി ഇന്നതാണ് എന്നുപോലും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നീങ്ങുന്നു ഞാനും നിങ്ങളും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ കാര്യം ഗൗരവമുള്ളതാണ് എന്നൊന്നുകൂടി എല്ലാവരെയും ഉണർത്തുന്നു. അതിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നാൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമുണ്ടാവില്ല.
ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് തരത്തിലുള്ള വെല്ലുവിളികളെയും അവന്റെ മഹത്തായ സഹായം കൊണ്ട് അതിജയിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മയെല്ലാം സർവശക്തനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള ഭീഷണികളെയും അതിജയിക്കാനുള്ള സാഹചര്യം അല്ലാഹു ഈ ഉമ്മത്തിന് പ്രദാനം ചെയ്തിരുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ, ഐസിയുയിൽ കഴിച്ചു കൂട്ടുന്നവർ, തീവ്രപരിചരണ ചികിത്സയിൽ കഴിച്ചു കൂട്ടുന്നവർ, ആക്സിഡന്റ് പറ്റി പ്രശ്നം വിഷമം അനുഭവിക്കുന്ന, ഇങ്ങനെ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ രോഗങ്ങളെയും അല്ലാഹു പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണ സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്ന് നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين